തൃശ്ശൂർ കഴിഞ്ഞ തവണ UDF-ന് കൈവിട്ട കോർപ്പറേഷനാണ്. അതും നേരിയ എന്ന് വെച്ചാൽ ബലാബലം വരുന്നു, അങ്ങനെ ഒരു വിമത ശല്യം ഉണ്ടാകുന്ന UDF-ൽ അങ്ങനെ ആ ഭരണം CPM-ന് കിട്ടുന്നതാണ്. സംവരണം കൂടിയല്ലേ ഇക്കുറി വനിതാ സംവരണമാണ്, ഇക്കുറി വനിതാ സംവരണമാണ്. അപ്പോൾ എന്താണ് തൃശ്ശൂരിലെ ചിത്രം എന്ന് പരിശോധിക്കാം നമുക്ക്. നട്രാജ് പരശുറാമുണ്ട്. നട്രാജ്, കൈവിട്ടുപോയ ഭരണം തിരിച്ചുപിടിക്കാൻ ഇക്കുറി എന്തെല്ലാം ശ്രമങ്ങളാണ് UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്? എല്ലായിടങ്ങളിലും പ്രധാനപ്പെട്ട നേതാക്കൾക്കൊക്കെ ചുമതല നൽകിക്കൊണ്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് ഒരുങ്ങുന്നത്. തൃശ്ശൂരിൽ ആർക്കാണ് ചുമതല? എന്തൊക്കെയാണ് അണിയറ നീക്കങ്ങളൊപ്പം LDF-ലും BJP-യിലും എങ്ങനെയാണ് നീക്കം? സാംസ്കാരിക നഗരത്തിന്റെ തലപ്പത്ത് ആര് വരും എന്നുള്ള ആകാംക്ഷ ഏറെയാണ്. ഇത്തവണ ഒരു വനിതാ മേയറായിരിക്കും തൃശ്ശൂരിൽ ഉണ്ടാവുക എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. കഴിഞ്ഞ തവണ കോൺഗ്രസ് വിമതനായിരുന്ന MK വർഗീസിനെ കൂടെ കൂട്ടിയാണ് 5 വർഷവും ഇടതുപക്ഷം ഭരിച്ചത്. ആദ്യ 2.5 വർഷത്തിന് ശേഷം സ്ഥാനമൊക്കെ വെച്ചുമാറുമെന്നൊരു ധാരണയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും MK വർഗീസ് പിടിച്ചപിടിയാലെ നിന്നതോടെ 5 വർഷവും കോൺഗ്രസ് നിന്ന് വന്ന വിമതനെ മേയറാക്കിക്കൊണ്ട് LDF ഭരണം തുടരുകയായിരുന്നു. ഇത്തവണ എന്തായാലും ആ പിക്ചറൊക്കെ തന്നെ മാറുകയാണ്. ഇത്തവണ ഒരു വനിതാ മേയറായിരിക്കും തൃശ്ശൂരിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. പലവിധ പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. കോൺഗ്രസിൽ ലാലി ജെയിംസ് എന്ന കാര്യാട്ടുകര കൗൺസിലറിന്റെ പേരിലാണ് മുൻഗണന കാണുന്നത്. 3 തവണ കൗൺസിലറായ ലാലി ജെയിംസ് പൊതു കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ മികച്ച രീതിയിൽ ഇടപെടുന്ന ഒരു കൗൺസിലറായി നേരത്തെ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ആളാണ്. MG റോഡിലൊക്കെ തന്നെ കുഴിയിൽ വീണൊരു യുവാവ് മരിച്ച സംഭവം ഉണ്ടായപ്പോൾ വലിയ പ്രതിഷേധം നടന്നപ്പോൾ അതിലൊക്കെ തന്നെ മുന്നിൽ നിന്നും പ്രതിഷേധ രംഗത്തുണ്ടായിരുന്ന ആളാണ് ലാലി ജെയിംസ്. ലാലി ജെയിംസിന്റെ പേരിന് വലിയ മുൻതൂക്കം ഉണ്ട്. അതുപോലെ തന്നെ സുബി ബാബു കോൺഗ്രസിന്റെ മുൻ കൗൺസിലറാണ്. ഇത്തവണ വനിതാ നേതാക്കളെ പരിഗണിക്കുമ്പോൾ സുബി ബാബുവിന്റെ പേരിനും വലിയ ഒരു പരിഗണന കോൺഗ്രസിൽ ലഭിക്കുമെന്നാണ് അറിയുന്നത്. നിജി ജസ്റ്റിൻ ഇപ്പോൾ നിലവിൽ കൗൺസിലർ ആണെങ്കിലും DCC-യിലെ